ഹിദായത്തിൻ്റെ വെളിച്ചം അദബ് മുഖേന കിട്ടിയ ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അറാഫിൽ 115-ാമത്തെ ആയത്തിൽ മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമുമായി മത്സരത്തിന് വന്ന സാഹിരികളെ കഥ പറയുന്നുണ്ട്. ഫിറഔൻ തൻ്റെ ഏകാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി മൂസാ നബിയെ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാ അടവുകളും ഉപയോഗിച്ചു. അവസാനം മുഴുവൻ കിട്ടാവുന്ന സാഹചര്യങ്ങൾ മുഴുവൻ സംഘടിപ്പിച്ച് 70,000 സാഹചര്യങ്ങൾ രംഗത്ത് വന്നപ്പോൾ അവര് ഒരു മത്സരത്തിന് തയ്യാറായി. മൂസാ നബി അലൈഹി സ്വലാമിനോട് നേരിട്ടപ്പോൾ തുടക്കത്തിൽ അവർ കാണിച്ചൊരു അദബുണ്ട്. നിങ്ങൾ വടി ഇട്ട് ആദ്യം പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ. ഖുർആൻ അത് പറയുന്നത് സൂറത്തുൽ അറാഫിലെ 115-ാമത്തെ ആയത്തിൽ ഖാലു യാ മൂസ ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന നഹ്നുൽ മുൽഖീൻ, നിങ്ങൾ ഇട്ടുകൊണ്ട് പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യട്ടെയോ എന്ന്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവരുടെ ഈ ഒരു ചോദ്യം, അദബ് നിറഞ്ഞ ഈ ചോദ്യം കാരണമായി അല്ലാഹു തആല പിന്നീട് അവർക്ക് ഹിദായത്ത് കൊടുക്കുകയായിരുന്നു. ആമന്നാ ബി റബ്ബിൽ ആലമീൻ. സിഹ്ർ പരാജയപ്പെടുകയും മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി മുഴുവൻ പാമ്പുകളെ തിന്നുകളയും ചെയ്തപ്പോൾ അവർക്കത് ബോധ്യപ്പെട്ട് അവർ ഈമാനിലേക്ക് പോകും. അതിന് കാരണമായത് തുടക്കത്തിൽ അവർ കാണിച്ച ആ അദബാണ്. മാ വസല മൻ വസല ഇല്ലാ ബിൽ ഹുർമ, മാ സഖത മൻ സഖത ഇല്ലാ ബി തർക്കിൽ ഹുർമ. ബഹുമാനം പാലിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഓരോരുത്തർ വിജയിച്ചിട്ടുള്ളത്. ആരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ അനാദരവ് കാണിച്ചതിന്റെ പേരിലുമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിദ്മത്തിന് വേണ്ടി ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൈമൂന ബിയുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നുണ്ട്. പാതിരാത്രി തങ്ങൾ എഴുന്നേറ്റപ്പോൾ ആവശ്യമായ വുളുവിന്റെ വസ്തുക്കളും മറ്റു മിസ്വാക്കുകളൊക്കെ തയ്യാറാക്കി വെച്ചു. തങ്ങൾക്ക് വലിയ സന്തോഷം തോന്നി. അങ്ങനെ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് തലയിൽ കൈവച്ച് അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹുൽ ഖുർആൻ, അല്ലാഹുവേ ഈ കുട്ടിക്ക് നീ ഖുർആൻ പഠിപ്പിക്കണം, ദീനിൽ വലിയ വിജ്ഞാനം നൽകണം എന്ന് പറഞ്ഞു. പിന്നീട് റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ പണ്ഡിതന്മാരുടെ നേതാവ് എന്നറിയപ്പെടുന്ന വലിയ ഉന്നത സ്ഥാനത്തേക്ക് മഹാനവറുകൾ എത്തുന്നത് ആ തങ്ങളുടെ പൊരുത്തം കൊണ്ടാണ്. അദബിലൂടെയാണ് മുഴുവൻ മഹാന്മാരും അവരുടെ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് എന്ന് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.